എൻ്റെ പിന്തുണ ഞാൻ എപ്പോഴും പേര് പറയുന്നില്ല, പക്ഷെ ഞാൻ എന്നും അധ്വാനിക്കുന്നവർക്ക് കൂലി കിട്ടണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇപ്പോൾ നമുക്ക് നേതാവിനോട് ബഹുമാനമുണ്ട്, അത് ബഹുമാനം പുറത്ത് കാണിക്കുന്നതിൽ കുഴപ്പമില്ല. ഒരു നേതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഫ്ലക്സ് വയ്ക്കുന്നു, അതൊന്നും തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ അതേ സമയത്ത് കോൺഗ്രസിൻ്റെ തന്നെ അതേ സ്റ്റാറ്റസുള്ള മറ്റൊരു നേതാവിനെ കുറ്റം പറയുമ്പോഴും അത് തെറ്റാണല്ലോ. ഫ്ലക്സിൻ്റെ എണ്ണം കൗണ്ട് ചെയ്തിട്ടല്ല പാർട്ടി ലീഡർ തീരുമാനിക്കുന്നു. പത്മജ ഇവിടെ മത്സരിക്കാൻ എത്തിയപ്പോൾ പറഞ്ഞ കാര്യം, കരുണാകരൻ ഉണ്ടെങ്കിൽ ചിലപ്പം BJP ചേർന്നേനെ. 3 തവണ കേന്ദ്രത്തിൽ BJP വന്നു. എത്ര കാലം മാറി നിൽക്കാൻ കഴിയുമെന്നൊരു ഫീലിംഗ് ജനത്തിനുണ്ടായിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ മടുത്ത തൃശ്ശൂരത്തെ തോൽവിയായി. കാരണം ജയിക്കുന്ന ഉറപ്പുള്ള സ്ഥലത്തു നിന്ന് ഒരു തോൽവിയിലേക്ക് പോയി. അവിടെയാണ് മടുപ്പുണ്ടായത്. കേരള രാഷ്ട്രീയത്തിലെ ഫയർ ബ്രാൻഡ് എന്നാണ് കെ മുരളീധരനെ അറിയപ്പെടുന്നത്. കെ മുരളീധരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. മുരളിട്ട നമസ്കാരം. 102 സീറ്റ് എന്ന ചരിത്ര വിജയത്തോടെ ഇപ്പോൾ UDF അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, 80 മിനിമം കിട്ടുന്ന ഉറപ്പായിരുന്നു. അത് 100 വരെ പോകാം എന്നായിരുന്നു ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ അതിലും കൂടുതലായിട്ട് 102ലേക്ക് എത്തി. 100 വരെ കിട്ടാനുള്ളൊരു അന്തരീക്ഷമുണ്ട് എന്ന് ഞങ്ങൾക്ക് ഇലക്ഷൻ കാലത്ത് തന്നെ മനസ്സിലായി. പക്ഷേ ഞങ്ങൾ അതിൻ്റെ കണക്ക് പറഞ്ഞപ്പോൾ മിനിമം 80, അത് 100 വരെ പോകാം, അതായത് ഞങ്ങളുടെ കണക്ക്. അത് 102ലേക്ക് എത്തി. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് ഇത്ര വലിയ ഒരു തോൽവി ഉണ്ടായിട്ടും CPM പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം മറ്റെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ. മറ്റെന്തോ കുഴപ്പമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ധിക്കാരം ഉൾപ്പെടെ അതൊരു പാർട്ടിക്ക് നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞതാണ്. ഭരണവിരുദ്ധ വികാരമല്ല, മുഖ്യമന്ത്രിയുടെ കുഴപ്പമാണ് ഈ പരാജയത്തിൻ്റെ കാരണമെന്ന് അവർ അംഗീകരിച്ചിരിക്കുന്നു. ഇതെല്ലാം കൂടെ ചേർന്നൊരു ജനവിധിയാണ്. ഒരു 102 വരെ UDF പോകണമെങ്കിൽ ഒന്ന് ഭരണവിരുദ്ധ വികാരം, ശബരിമല സ്വർണ്ണക്കൊള്ള, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, സ്വന്തം സഖാവിനോട് പോലും വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ ധിക്കാരം, കൂടെ പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തകൻ പാർട്ടി വിട്ടപ്പോൾ അദ്ദേഹത്തിനെ പറ്റി മോശം കമൻറ്റ് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നിലപാട്, അതോടൊപ്പം തന്നെ മറ്റൊരു മുഖ്യമന്ത്രിയെ ഡാഷ് മോൻ എന്ന് വിളിച്ചു. ഇതൊക്കെ കേരളത്തിൻ്റെ ഒരു അഭിമാനത്തിന് തന്നെ ക്ഷതമുണ്ടായി. ഞാൻ എപ്പോഴും മുരളീധരനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, പല ദുഷ്കരമായ ദൗത്യം ഉണ്ടാകുമ്പോൾ പാർട്ടി മുരളീധരനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വടകരയാണെങ്കിലും ഈ നേമത്ത് ആണെങ്കിലും മുരളീധരൻ അന്ന് ഈ BJPയുടെ അക്കൗണ്ടൊക്കെ പൊട്ടിക്കാൻ നിർണായകം. എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് പോലെ കേരളത്തിന് മുഴുവൻ അറിയപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കായിരിക്കാം. പിന്നെ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുമല്ലോ തയ്യാറാവാറില്ല. അതുകൊണ്ടാണ് ആ ചുമതല ഞാൻ ഏറ്റെടുത്തും. അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2 കൊല്ലം വെറുതെ ഇരിക്കേണ്ടി വന്നു. തൃശ്ശൂരേക്ക് മാറിയതുകൊണ്ട് വടകരയാണെങ്കിൽ സുഖമായിട്ട് ജയിച്ചേനെ. ഇത്തവണ വട്ടിയൂർക്കാവ് ഞാൻ തന്നെ തിരഞ്ഞെടുത്താണ്. ഒരു കാര്യം ഞാൻ മനസ്സിലായി, ഇങ്ങനെ പാർട്ടി പറഞ്ഞിട്ടാണെങ്കിൽ ജനത്തിൻ്റെ ഇടയിലെ വർത്താനം ഓടി നടന്ന് മത്സരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇത്തവണ പറഞ്ഞു, ഇനി വട്ടിയൂർക്കാവ് മതി, അവിടുത്തെ ജനങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം, ഇനി ഞാൻ വേറെ എവിടേക്കുമില്ല. അപ്പോൾ ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്, ഗുരുവായൂർ, തിരുവനന്തപുരം സെൻട്രൽ ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എന്നെ അറിയുന്നൊരു സ്ഥലം വട്ടിയൂർക്കാവ്. മാത്രമല്ല കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നു. 102 സീറ്റുമായി ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ് UDF. പക്ഷേ ഈ അധികാരത്തിൽ വരുമ്പോഴും ഈ മുന്നണിയിലെ കോൺഗ്രസിലെ മാറ്റാൻ കഴിയുന്നില്ല. നിങ്ങൾ പേര് ദോഷം കോൺഗ്രസിന് മാറ്റാൻ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ എലക്ഷൻ റിസൾട്ട് 4-ാം തീയതിയാണ് വന്നത്. ഇന്നിപ്പോൾ 7-ാം തീയതി പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട പ്രോസസ്സ് ആരംഭിച്ചിരിക്കുകയാണ്. അത് ഏതാണ്ട് 9-ാം തീയതിയോടുകൂടെ, ഞാൻ മനസ്സിലാക്കുന്നത് 9-ാം തീയതിയോ 10-ാം തീയതിയോ പുതിയ നേതാവിനെ പ്രഖ്യാപിക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കെ കരുണാകരനും AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും പോലുള്ളവർ ഇല്ലാത്തൊരു തിരഞ്ഞെടുപ്പ്. ആൻ്റണി ഉണ്ടെങ്കിലും അതൊരു ഉപദേശകൻ്റെ റോളിലേക്ക് മാറിയല്ലോ. ഈ 3 നേതാക്കന്മാരുടെ കാലഘട്ടത്തിൽ നിന്ന് മാറുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? കഴിഞ്ഞ തവണ ഹിമാചൽ പ്രദേശിൽ അവിടെ പാർട്ടിയെ നയിച്ച വീരഭദ്ര സിംഗ് മരണപ്പെട്ടു. അദ്ദേഹം ഒരു ലീഡർഷിപ്പ് ഇല്ലാണ്ടാണെന്ന് മത്സരിച്ചത്. അപ്പോൾ പുതിയ ആൾ വന്നു. പുതിയ ആൾ വന്നപ്പോൾ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് സ്റ്റേറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായി വരുന്ന മുഖ്യമന്ത്രി കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകും. പക്ഷേ അതുവരെയുള്ള കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ആര് വേണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അത് പരിഹരിക്കപ്പെടും. നമ്മളിപ്പോൾ പുറത്ത് നമ്മൾ ഇത്ര വലിയ വിജയം ഉണ്ടാകുമ്പോൾ പുറത്ത് നമുക്ക് ഈ കോൺഗ്രസ്സിൽ വലിയ അടിയാണ് എന്നുള്ള ഒരു പൊതു ബോധം വരുന്നുണ്ട്. അതൊരു മോശമുള്ള കാര്യമല്ലേ? അല്ല, അത് ശരിയല്ല. ഇങ്ങനെ ഒരു ഫ്ലക്സ് വയ്ക്കലും
അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിലേറെ ഞാൻ മോശമായിട്ട് കാണുന്നത്, ഇപ്പം നമുക്ക് നേതാവിനോട് ബഹുമാനമുണ്ട്, അത് ബഹുമാനം പുറത്ത് കാണിക്കുന്നതിൽ കുഴപ്പമില്ല. ഒരു നേതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഫ്ലെക്സ് വയ്ക്കുന്നു, അതൊന്നും തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ അതേ സമയത്ത് കോൺഗ്രസിൻ്റെ തന്നെ അതേ സ്റ്റാറ്റസുള്ള മറ്റൊരു നേതാവിനെ കുറ്റം പറയുമ്പോഴോ അത് തെറ്റാണല്ലോ. പിന്നെ തീർച്ചയായും അത് തെറ്റാണ്. അതിപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. പലപ്പോഴും ഒരു നേതാവ് ഒരു പരസ്യമായി പ്രതികരിച്ചാൽ ആക്ഷൻ എടുക്കാം. ഇത് ഒളിഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തിയാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. നിരീക്ഷകരുടെ ചർച്ചകളൊക്കെ KPC ഓഫീസിൽ നടക്കുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ മുന്നിൽ വലിയ ഭീകരമായ വലിയ ഫ്ലക്സ്, ചെറുതൊന്നുമല്ല, എല്ലാവരും ഉള്ളപ്പോഴാണ് വലിയ ഫ്ലക്സ് ഒരു നേതാവിനെ പ്രകടിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞത് ഫ്ലക്സിൻ്റെ എണ്ണം കൗണ്ട് ചെയ്തിട്ടല്ല പാർട്ടി ലീഡർ തീരുമാനിക്കുന്നത്. ഇവിടെ ചില നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ന് ഞങ്ങളോടൊക്കെ അഭിപ്രായം ചോദിച്ചു, ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു. അതനുസരിച്ച് അതോടൊപ്പം തന്നെ ഘടകകക്ഷി നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി. ഇവിടെ ചിലർ പറയുന്നൊരു കാര്യം, കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ ഘടകകക്ഷികളല്ല തീരുമാനിക്കേണ്ടത്, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ കോൺഗ്രസ്സാണ് തിരഞ്ഞെടുക്കുന്നത്. ശരിയാണ്, കോൺഗ്രസ് MLA-മാരാണ്. പക്ഷേ ഇതൊരു കൊയിലീഷൻ ഗവൺമെൻറ്റാണ്. അതെ. തെലുങ്കാന പോലെയോ കർണാടകം പോലെയോ ഹിമാചൽ പ്രദേശ് പോലെയോ ഏകകക്ഷി ഭരണമല്ല. അതുകൊണ്ട് തന്നെ ഘടകകക്ഷിയുടെ അഭിപ്രായം കൂടെ ഈ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാവും. VD സതീശനാണ് ടീം UDF-നെ നയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ സമയത്ത് അദ്ദേഹം ഡിസേർവ്ഡ് ആണ് എന്നുള്ളത് ശരിയല്ലേ? അല്ല, അദ്ദേഹമാണ് ഇതിനെ നയിച്ചത്. 101 സീറ്റ് 100 എന്നുള്ള സംഖ്യ ആദ്യം പറഞ്ഞ അദ്ദേഹമാണ്. എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ശ്രീ രമേശ് ചെന്നിത്തല സീനിയറായിട്ടുള്ള ആളാണ്. KC വേണുഗോപാൽ അഖിലേന്ത്യാ ഭാരവാഹിയാണ്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഉചിതമായ തീരുമാനമെടുക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എന്നാലും ഈ KC വേണുഗോപാലിനെ നമ്മൾ മുരളിയേട്ടൻ പറഞ്ഞ പോലെ ഈ ഹൈക്കമാൻഡിൻ്റെ ഒരു നറുക്ക് വീഴുകയാണെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അത് ഈ പുതിയ സാഹചര്യത്തിൽ അതാണ് നമുക്കറിയാം, ജനങ്ങൾ അങ്ങനെ കൃത്യമായി നോക്കി വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ഈ തിരഞ്ഞെടുപ്പ് വേണ്ട മനസ്സിലറിയാം. പക്ഷെ ഇങ്ങനെ നമ്മൾ എയിം ചെയ്തുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് 2 വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ സാധ്യത കുറവല്ലേ? അല്ല, അത് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. അതൊക്കെ പാർട്ടിയുടെ ഘടകങ്ങൾ പരിശോധിച്ച് തീരുമാനിക്കേണ്ടതാണ്. എല്ലാ ഘടകങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കും പാർട്ടിയിൽ തീരുമാനമെടുക്കുക. മുരളിയേട്ടൻ്റെ പിന്തുണ ആർക്കായിരിക്കും? അത് എൻ്റെ പിന്തുണ ഞാൻ എപ്പോഴും, ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ ഞാൻ എന്നും അധ്വാനിക്കുന്നവർക്ക് കൂലി കിട്ടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കോഴിക്കോട് നോർത്തിലാണെങ്കിലും സൗത്തിലാണെങ്കിലും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ BJPക്ക് വോട്ട് ചെയ്യാൻ ആളുകൾക്ക് ഒരു മടിയുണ്ടായിരുന്നു. ആ സാധനം ഇപ്പോൾ മാറി എന്നുള്ളത് സത്യമല്ലേ? അതായത് 3 തവണ കേന്ദ്രത്തിൽ BJP വന്നപ്പോൾ എത്ര കാലം മാറി നിൽക്കാൻ കഴിയും എന്നൊരു ഫീലിംഗ് ജനത്തിനുണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇടയ്ക്ക് ഈ ഡീസലിനും പെട്രോളിനും വില കൂട്ടുന്നതും ന്യൂനപക്ഷങ്ങൾ ദ്രോഹിക്കുന്നതും കൊണ്ട് ആ ഒരു വികാരം പൂർണ്ണമായിട്ട് വോട്ടിൽ വരുന്നില്ല. സത്യത്തിൽ അതാണ് UDF-ൻ്റെ LDF-ൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. മുരളിയേട്ടൻ BJP പോകുന്നായിരുന്നു എതിരാളികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ? ഞാനതിനെ വളരെ നിസ്സാരമായിട്ടാണ് കണ്ടത്. അതൊന്നും ചിലവാകാത്ത ആരോപണങ്ങളാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് വിടുകയാണെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയുള്ളൂ. മറ്റൊരു പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടൊന്നും എന്നെ ആർക്കും ഇനി കാണാൻ കഴിയില്ല. കാരണം പാർട്ടിയാണ് ഇത്രയും വളർത്തിയത്. പാർട്ടിയിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പുറത്തു പോയപ്പോഴും പാർട്ടിയുടെ ലേബൽ തന്നെയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പേരും കൊണ്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും മറ്റു പാർട്ടികളുടെ ആ നയങ്ങളുമായിട്ട് യോജിക്കാൻ കഴിയില്ല. പത്മജ BJPയിലൊക്കെ പോയപ്പോൾ വിഷമമുണ്ടായിരുന്നു? അല്ല, അന്ന് നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടായത്. അതുകൊണ്ടാണ് എനിക്ക് വടകരയിൽ നിന്ന് തൃശ്ശൂർ പോണ്ടി വന്നത്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടുമില്ല, ഞങ്ങളധികം കാണാറുമില്ല. പത്മജ ഇവിടെ മത്സരിക്കാൻ എത്തിയപ്പോൾ പറഞ്ഞ വലിയൊരു കാര്യം എല്ലാവരും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, കരുണാകരൻ ഉണ്ടെങ്കിൽ ചിലപ്പം BJP ചേർന്നേനെ. ഒരിക്കലും ശരിയല്ല. അത് അവർ പറഞ്ഞതിൽ എനിക്ക് തീരെ യോജിക്കാൻ കഴിയാത്തൊരു കാര്യം അത് മാത്രമായിരുന്നു. കാരണം DIC ഉണ്ടാക്കുന്ന ദിവസം തന്നെ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ മാനസിക പ്രയാസം നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. കാരണം താൻ വളർത്തിയ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടി വരുമ്പോൾ അനുഭവിച്ച പ്രയാസം, ആ പ്രയാസമാണ് പിന്നീട് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരിക്കൽ അദ്ദേഹം അനന്തപുരി ആശുപത്രിയിൽ ഇതുപോലെ അസുഖം വന്ന് ട്രീറ്റ്മെൻറ്റിന് പോയപ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, ഇനിയിങ്ങനെ പഴയതുപോലെ പോകാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ സൂചന മനസ്സിലായി. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് കോൺഗ്രസ്സിലേക്ക്
തിരിച്ചു പോകണം എന്ന് ഞങ്ങളോട് പോലും ആലോചിക്കാതെ അദ്ദേഹം വന്ന് തീരുമാനമെടുത്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി BJP പോലത്തെ ഒരു പാർട്ടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, ഞാൻ ഉൾപ്പെടെ. താങ്കൾ തൃശ്ശൂർ മത്സരിക്കുന്ന സമയത്തും ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ശക്തമായ നിങ്ങൾ പ്രചാരണമൊക്കെ നടത്തി. പക്ഷേ താങ്കളുടെ അവിടുത്തെ പരാജയം ഒരു കാലുവേരലാന്ന് ഉറപ്പായിരുന്നു. പക്ഷേ പല ആളുകളുടെയും നിങ്ങൾക്ക് ഞാൻ അറിയാം, ചില ആളുകളൊക്കെ ഇപ്രാവശ്യം തോറ്റിട്ടുണ്ട്, ശരിയല്ലേ? ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റ് പറയുന്നില്ല. ഇലക്ഷനാകുമ്പോൾ ജയവും തോൽവിയും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഞാൻ അന്ന് പറഞ്ഞല്ലോ, പരാജയം പെട്ടപ്പോൾ ആർക്കെങ്കിലും എതിരായിട്ട് പരാതി കൊടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊടുക്കില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, ജനത്തിനെല്ലാം അറിയാം, അതുകൊണ്ട് അത് ജനത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെ അഭൂതപൂർവമായ ഒരു ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ UDF വന്നതിന് ശേഷം താങ്കളെ ഒരു ശക്തമായൊരു മന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അതിപ്പോൾ പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടായിരുന്നൊരു ആഗ്രഹം, ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിക്കുന്നതിന് മുമ്പ് ഒന്ന് ജയിച്ച് കാണിച്ചു കൊടുക്കണം. 2 തോൽവി ഉണ്ടായില്ല, 2 വേണം 3-ാം സ്ഥാനത്ത് പോയി, ഇനി ജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശിയോ ആഗ്രഹമോ, അതിനാണെങ്കിൽ വാശിയെന്നും പറയാം, ആഗ്രഹമെന്നും പറയാം. ആഗ്രഹം ആയത് എൻ്റെ ഇതിൽ ആഗ്രഹമാണ്, ഒപ്പം വാശി ഉണ്ടായിരുന്നു, ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ദൈവം അനുഗ്രഹിച്ചു, വട്ടിയൂർക്കാവിലെ ജനങ്ങളും അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കാം. ഒന്നുള്ള കാര്യം കൂടി, മുരളിയേട്ട തോക്കുമ്പോൾ പറയുന്നത് മടുത്തു, ഇനി മത്സരിക്കുന്നില്ല. അല്ല, സത്യത്തിൽ ഞാൻ മടുത്ത തൃശ്ശൂരത്തെ തോൽവിയായി. കാരണം ജയിക്കുന്ന ഉറപ്പുള്ള സ്ഥലത്തു നിന്ന് ഒരു തോൽവിയിലേക്ക് പോയി, അവിടെയാണ് മടുപ്പുണ്ടായത്. പിന്നെ പാർട്ടി മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ് എന്നാൽ ഇനി വട്ടിയൂർക്കാവും, എനിക്ക് വിശ്വാസമുണ്ട്, അവിടെ എന്നെ കൈവിടില്ല, എങ്കിലും വട്ടിയൂർക്കാവും. ഞാൻ മറ്റെവിടെയും പോയില്ലല്ലോ. പറയുമ്പോൾ പലരും ഗുരുവായൂർ മത്സരിക്കുന്നു, അല്ലെങ്കിൽ മറ്റേ തിരുവമ്പാടി മത്സരിക്കുന്നു, തിരുവനന്തപുരം സെൻട്രൽ മത്സരിക്കും. ഞാൻ ഇനി ഓടി നടന്ന് മത്സരിക്കാനില്ല. എന്നെ അറിയാവുന്ന ഒരു സ്ഥലം ഇനിയിപ്പോൾ ബാക്കിയുള്ളത് വട്ടിയൂർക്കാവ് മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ പരീക്ഷിച്ചോളാം, ജയിച്ചാൽ സന്തോഷം, അല്ലെങ്കിൽ നിർത്തിപ്പോവും. ഞാൻ പറഞ്ഞിരുന്ന പാട്ട് ഇനി ഒരു മത്സരവും ഇല്ല തോറ്റു കഴിഞ്ഞാൽ, അതുകൂടെ പറഞ്ഞിട്ടാണ് മത്സരത്തിന് ഇറങ്ങി. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ധർമ്മടത്ത് പിണറായി വിജയൻ 5ാം റൗണ്ട് വരെ പുറകോട്ട് പോയിരുന്നു. അത് ഭയങ്കര ചരിത്രമല്ലേ? തീർച്ചയായിട്ടും. കാരണം എത്ര വോട്ടിന് തോൽക്കുന്നതാണ് അവിടെ എല്ലാവരും ചോദിച്ചിരുന്നത്. ജയിക്കുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ ഇത്രയും ഫൈറ്റ് ചെയ്ത് അവിടെ ഇത്രയും എത്തിച്ചത് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ മികവും ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു. ജനങ്ങൾ പിണറായിനെ വാണിംഗ് കൊടുത്ത് ജയിപ്പിച്ചു. കുറച്ചുകൂടി റഷീദിനെ കുറച്ചുകൂടി പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ ഒന്നുകൂടെ അവിടെ നിന്ന് റൗണ്ട് അടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കവിടെ ഒന്ന് മാറ്റി എഴുതായിരുന്നു.